ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ അതായത് സാംസങ്ങിൻ്റെ ഫോൾഡ് 7, അതായത് ഏകദേശം ഒരു വർഷമായിട്ടുണ്ട് ഇപ്പം ഇറങ്ങിയിട്ട്. നമുക്ക് കിട്ടിയത് ഇപ്പോഴാണ്. ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചു. കിട്ടിയപ്പോഴത്തേക്ക് നേരെ അൺബോക്സിലേക്ക് പോകും. അപ്പം ഇതാണ് നമ്മുടെ സാംസങ് ഇസഡ് ഫോൾഡ് 7-ൻ്റെ ബോക്സ്. സോ അപ്പം നമുക്ക് ബോക്സ് പൊട്ടിക്കാം. ഞാൻ ആദ്യമായിട്ടോ അൺബോക്സിംഗ് ഒക്കെ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പോരായ്മകളൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ ക്ഷമിക്കണം എന്നോട്. അപ്പം ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള കവർ കളഞ്ഞ് കഴിയുമ്പോൾ ഇതാണ് ലുക്ക്, അന്തസ്. ഓക്കെ, നമ്മൾ ഈ ഒരു കവർ കളഞ്ഞു. അപ്പം ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ തിന്നായിട്ടുള്ള, വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഫോൺ. ഒരു USB Type C to C ചാർജറും പിന്നെ ഒരു സിം ഇജക്ടറും മാത്രമാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ കിട്ടുന്നത്. വേറെ ഒന്നുമില്ല. പിന്നെ ഒരു വാറണ്ടി ഡോക്യുമെൻറ്റും, ഇത് പിന്നെ ആരും വായിക്കാത്ത ഒരു ബുക്കും. ആദ്യമായിട്ട് ഈ ഫോൺ കയ്യിലെടുത്തപ്പോൾ നല്ലൊരു പ്രീമിയം ഫീൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. പഴയ മോഡലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ തിന്നും ലൈറ്റ് വെയ്റ്റുമാണ് ഈ ഫോൺ. സ്ക്രീൻ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴൊക്കെ നല്ല സ്മൂത്തായിരുന്നു. രണ്ടിലും വലിയൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസിനും വളരെ സിമ്പിളായിട്ട് ഹോൾഡ് ചെയ്യാതെ സാധാരണ ഒരു മൊബൈൽ ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യാം. യെസ്, നമ്മുടെ ഫോൺ ഓണായിരിക്കുകയാണ്. ഇത് എൻ്റെ ഫോണല്ല കേട്ടോ, ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോണാണ്. സൈഡിലേക്ക് വരുമ്പം ഒരു പവർ ബട്ടണും ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറും നമുക്കിവിടെ ലഭ്യമാണ്. ഇപ്പോൾ പല ഫോണിലും ഈ സൈഡിലുള്ള ഫിംഗർ പ്രിൻറ്റ് കിട്ടാറില്ല, കാരണം ഡിസ്പ്ലേയിൽ തന്നെ ആയിരിക്കും ലോക്കുള്ളത്. ഫോണിൻ്റെ പോർട്ടിലേക്ക് വരുമ്പം താഴെ Type C ചാർജിങ് സ്ലോട്ടാണ് വരുന്നത്. അവിടെ തന്നെ നമുക്ക് മൈക്രോഫോൺ കണക്ട് ചെയ്യാനും പറ്റും. കൂടാതെ ഒരു സ്റ്റീരിയോ സ്പീക്കറും നമുക്കിവിടെ കാണാം. മൊത്തത്തിൽ ബിൽഡ് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ എന്ന ഫീല് നമുക്ക് കിട്ടുകയും ചെയ്യും. ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഗെയിം കളിക്കാനൊക്കെ നല്ല ഒരു പെർഫോമൻസ് തന്നെ ഈ ഫോണിന് തരാൻ പറ്റും. വലിയ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ഒരു സമയത്ത് തന്നെ നമുക്ക് ഒന്നിലധികം ആപ്ലിക്കേഷൻസ് നമുക്ക് ഉപയോഗിക്കാനും ഇതിൽ പറ്റും. ഫ്രണ്ടിൽ നമുക്ക് 6.5 ഇഞ്ച് ഡൈനാമിക് റേഞ്ച് AMO LED ഡിസ്പ്ലേ ആണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈ ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്ഡോർ യൂസിനും വളരെ ഉപകാരപ്പെടും. അകത്തേക്ക് വരുമ്പോൾ 8 ഇഞ്ചിൻ്റെ ഡൈനാമിക് റേഞ്ച് AMO LED 2X ഡിസ്പ്ലേ തന്നെയാണ് അവിടെയും വരുന്നത്. അവിടെയും 120 Hz റിഫ്രഷിംഗ് റേറ്റ് ആണ് കമ്പനി തരുന്നത്. HDR10+ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണും കൂടാണിത്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Elite പ്രോസസ്സറാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അഡ്വാൻസ്ഡ് AI പ്രോസസ്സിംഗ് ഫീച്ചേഴ്സും ഈ ഫോണിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. 12 GB 16 GB റാം ഓപ്ഷൻസ് ഉള്ള മൊബൈലുകൾ അവൈലബിൾ ആണ്. സ്റ്റോറേജ് ആണെങ്കിലും 256, 512 പിന്നെ 1 TB അങ്ങനെ 3 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ക്യാമറ സൈഡിലേക്ക് വരുമ്പോൾ 50 MB to 200 MB മെയിൻ സെൻസർ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഒരു 12 MB അൾട്രാ വൈഡ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഒരു 10 MB ടെലിഫോട്ടോ ലെൻസും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. നൈറ്റ് ഫോട്ടോഗ്രാഫിക്കും AI ഇമേജ് പ്രോസസ്സറിങ്ങും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 4K വീഡിയോ റെക്കോർഡിങ്ങും 8K 30 ഫ്രെയിംസിലും നമുക്ക് ഈ ഫോണിൽ ഷൂട്ട് ചെയ്യാം. വളരെ തിക്നെസ് കുറവാണ്. നമ്മുടെ ഐഫോണോട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നോർമലി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു ഫോണിൻ്റെ ഒക്കെ ആ ഒരു സൈസ് മാത്രമേ ഉള്ളൂ. ഇപ്പം S25 Ultra, S26 Ultra ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ആ ഒരു സൈസ് തന്നെയാണ് അല്ലാതെ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പം അതുപോലെ തന്നെ നമുക്കിപ്പം സിമ്പിളായിട്ട് എന്താ പറയുക, ഒരു നോർമൽ ഫോണായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ ഭയങ്കര രസമാണ്. ഭയങ്കര ഡിസൈൻ, ഒരു മെറ്റാലിക് ഫിനിഷാണ് സംഭവം, ആ ഒരു കളറും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളിങ്ങനെ തൊട്ട് കഴിയുമ്പോഴത്തേക്കാണ് ഇതിനകത്തൊക്കെ ടച്ചിൻ്റെ പാട് വരും. അതുകൊണ്ട് ഈ പറഞ്ഞ നിങ്ങൾ മാക്സിമം പൗച്ചിട്ടിട്ട് ഉപയോഗിക്കുക. ഈ ഫോൺ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളത്. അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ പാക്കല.